തിരുവനന്തപുരം വർക്കല അയിരൂർ ജംഗ്ഷന് സമീപത്തായിട്ട് 18 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന 2400 സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്കുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കാണുന്നത് നമ്മുടെ അയിരൂർ ജംഗ്ഷനാണ്. അയിരൂർ ജംഗ്ഷനിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇടവ റോഡിൽ ഇങ്ങനെ കയറുമ്പം തന്നെ ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത്. നല്ല കമേഴ്സ്യൽ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ലൊക്കേഷനാണ്. ഇതിൻ്റെ ഫ്രണ്ടിൽ നടുവിലൂടെ ഈ വഴി കാണുന്നതിൻ്റെ ഇരുവശങ്ങളിലുമായിട്ട് നമുക്ക് ഇനി വേക്കൻ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്ലോട്ട് ബാക്കിയുണ്ട്. അതിലൊരു 3.5 സെൻറ്റും 5.25 സെൻറ്റ് ആ രീതിയിൽ വരുന്ന 2 പ്ലോട്ടുകളുണ്ട്. വീട് വന്നിട്ട് പിൻവശത്തായിട്ടാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ സ്പേസ് ഫുള്ളായിട്ട് നമുക്ക് എന്തെങ്കിലും കമേഴ്സ്യൽ ആക്ടിവിറ്റീസിന് പ്രയോജനപ്പെടുത്താവുന്നതാണ്. നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ നിന്ന് വർക്കലയിലേക്ക് 3 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. അയിരൂർ ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈസിലി ഐഡൻറ്റിഫൈ ചെയ്യാം. ഇത് ഓപ്പോസിറ്റായിട്ട് അയിരൂർ പോസ്റ്റ് ഓഫീസിനൊക്കെ നേരെ എതിർവശത്തായിട്ട് കാണുന്ന പ്ലോട്ട്. നമുക്കിവിടെ നിന്ന് പാരിപ്പള്ളി കയറാനായിട്ട് ഒരു 7.5 കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ESI മെഡിക്കൽ കോളേജൊക്കെ അതിനും വേഗം എത്താൻ സാധിക്കും. ആ രീതിയിലാണ് പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുന്നത്. ഇങ്ങനെ നമുക്ക് 2 പ്ലോട്ടുകൾ ഫ്രണ്ടിൽ മുൻവശത്തായിട്ട് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലുള്ള പ്ലോട്ടുകളുണ്ട്. ഇനി ഇതിനെ രണ്ടിനെയും വേണമെങ്കിൽ ഒന്നിച്ചാക്കിയിട്ട് ഈ വഴി ഒരു സൈഡിലൂടെ ആക്കി കഴിഞ്ഞാലും നമുക്ക് ഈ വീട്ടിലേക്കുള്ള ആക്സസ് ആവുമേ. ഇതിപ്പോൾ പണ്ടുണ്ടായിരുന്ന ഒരു വഴി അങ്ങനെ തന്നെ നിലനിർത്തിയിരിക്കുകയാണ്. നമുക്കിനി ഇതിനകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള മുറ്റം തന്നെയാണ് നമുക്ക് വീടിന് വരുന്നത്. വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് വലിയൊരു കിണർ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഗാർഡനിങ് ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ വീടിൻ്റെ സൈഡിലൊക്കെ സ്പേസ് കിട്ടുന്നുണ്ട്. വണ്ടികൾ നമുക്ക് 3-4 വണ്ടികൾ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്പേസ് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഉടമ വന്നിട്ട് പുള്ളി വിദേശത്തായിരിക്കും. അതുകൊണ്ടാണ് ഈ വീടിപ്പോൾ കൊടുക്കുന്നത്. പിള്ളേരും എല്ലാം ദുബായിലൊക്കെ പഠിക്കുവാണ്. അപ്പോൾ അവർക്കായാലും ഇനി പഠിത്തമൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ടേക്കൊക്കെ വരുമോ എന്നുള്ള കാര്യം ഡൗട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. നമുക്കിതാ ഇതുപോലെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് കിട്ടും. ഈ സൈഡിലായാലും നമുക്ക് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. വീട് വന്നിട്ട് നമുക്ക് മാക്സിമം ബാക്കിലേക്ക് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുൻവശത്തുള്ള സ്പേസ് നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇഫ് ഇൻ കേസ് ഇവിടെ ഒരു നമുക്കൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ചെയ്യുവാണെങ്കിൽ തന്നെയും ഈ സ്പേസിൻ്റെ ഇവിടെ അകത്തേക്കൊരു പാത്ത് വേ മാത്രം ഇട്ടാൽ മതി. മേളിലൂടെ നമുക്ക് കെട്ടിടം ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിയിലൂടെ ഒരു പാത്ത് വേയിലൂടെ നമുക്ക് ഇങ്ങോട്ട് വണ്ടി കയറ്റാനും സാധിക്കും. ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. നമുക്ക് മുൻവശത്ത് ഇങ്ങനെ ഒരു വലിയൊരു വരാന്ത സ്പേസ് ഉണ്ട്. ഇവിടെ നമുക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. മുൻവശത്തെ വാതിലെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കിൻതടിയിലാണ്. 2 പാളികളിലായിട്ടാണ് നമുക്ക് ഈ വാതിൽ ചെയ്തിട്ടുള്ളത്. ഈ വീടിൻ്റെ പാല് വെച്ച് 2017 കഴിഞ്ഞാണ്. പക്ഷേ അധികം നമുക്ക് ആൾ താമസിച്ചിട്ടില്ല. ഇവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് ക്ലീൻ ചെയ്തിടും. ആ ഒരു കണ്ടീഷനിലാണുള്ളത്. ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ്. ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും. അപ്പോൾ ഇവിടെ കിടന്ന ഡൈനിങ് ടേബിളൊക്കെ ഉപയോഗിക്കാത്തത് കാരണം ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്. അതിനകത്തെടുത്തിട്ടിരിക്കുവാണ്. ഇത് വേണമെങ്കിൽ നമുക്കൊരു ചെറിയ ബെഡ്റൂമായിട്ട് കൺസിഡർ ചെയ്യാം. കാരണം ഇതിനോട് ചേർന്ന് തന്നെ നമുക്ക് ടോയ്ലറ്റ് സൗകര്യമുണ്ട്. ഇപ്പോൾ മെയ്ഡിനോ അങ്ങനെ എന്തെങ്കിലും താമസിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൂം ഉപയോഗപ്പെടുത്താവുന്നതാണ്. എന്നിട്ട് ഡൈനിങ് ഈ ഭാഗത്തായിട്ട് തന്നെ സെറ്റ് ചെയ്യാം. ഇതാണ് നമ്മുടെ കിച്ചൺ. കിച്ചണിൽ ശരിക്കും മോഡലാ കിച്ചണിലേക്ക് വർക്ക് ചെയ്തിരുന്നു കേട്ടോ. പക്ഷേ ഇവർ ഉപയോഗിക്കാണ്ടായപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് കേടുവന്നു. പിന്നെ അതിനെല്ലാം അങ്ങനെ റിമൂവ് ചെയ്തിട്ടിരിക്കുവാണ്. ഈ ഭാഗത്തായിട്ട് നമുക്കൊരു വർക്ക് ഏരിയയും കൂടെ ഉണ്ട്. അവിടെ ഒരു പുകയെടുപ്പും അങ്ങനെയുള്ള സൗകര്യമുണ്ട്. ഇതുവഴി നമുക്ക് വീണ്ടും തുറന്ന് പുറത്തേക്ക് ഇറങ്ങാം. അതായത് വീടിൻ്റെ മുൻവശത്ത് തന്നെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇറങ്ങാൻ സാധിക്കും. നമ്മൾ മുന്നേ കാണിച്ച ആ ഒരു ചെറിയ റൂം പോകാൻ അല്ലാണ്ട് നമുക്ക് 3 ബെഡ്റൂംസ് ആണ് വരുന്നത്. അതിൽ 2 ബെഡ്റൂമും താഴത്തെ നിലയിലാണ്. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇന്നും പുത്തനായിട്ട് തന്നെ ഇരിപ്പുണ്ട്. നമുക്ക് അടുത്ത ബെഡ്റൂം അവിടെ ആയിട്ടാണ് വരുന്നത്. നമുക്കതുപോലെ സീലിങ്ങിലെല്ലാം ഇതുപോലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാൻ പറ്റുന്ന വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയൊരു റൂമാണ്. നമുക്കിത് വലിയൊരു കട്ടിലാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. കിങ് സൈസിനെക്കാട്ടും വലുതാണെന്നുണ്ട്. ഇവിടെയും സീലിങ്ങിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് ഈ ചുമരൊക്കെ ഈ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്കിങ്ങനെയുള്ള വർക്കുകൾ ചുമരിലും ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കബോർഡ്സ് എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു ഡ്രസ്സിങ് ടേബിൾ, ഇങ്ങനെ കബോർഡ്സ് വെച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിങ്സ് ഒക്കെ വരുന്നത് സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ്.
നമുക്കിത് ഇങ്ങനെ സ്റ്റെയർ വന്നിട്ട് കേർവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റെയർ ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ജനൽ നോക്കിയാൽ 3 പാളികളും സിംഗിൾ പാളികൾ ഇങ്ങനെ 3 പ്ലേസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നല്ലതുപോലെ തന്നെ പ്രകാശം ഉള്ളിലേക്ക് വരുന്നുണ്ട്. കയറി വരുമ്പോൾ നമുക്കിത് ഇവിടെ ഒരു കോമൺ സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസും കാണാൻ സാധിക്കും. ഈ ഒരു ഓപ്പൺ ടെറസിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ റൂം എടുക്കുന്നുണ്ടെങ്കിൽ, ഇനി പുതിയ റൂം കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ബാത്റൂമിനുള്ള പ്രൊവിഷൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ റൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാത്റൂം ഈ ഭാഗത്തായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഈ സ്പേസ് എല്ലാം തന്നെ പ്രയോജനപ്പെടുത്തി വേണമെന്നുണ്ടെങ്കിൽ ഇനി ഒരു റൂം കൂടെ ചെയ്തെടുക്കാം. ഇവിടെ നിന്നാണ് നമുക്ക് ടെറസിലേക്കുള്ള എൻട്രി കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗം ഫുള്ളായിട്ട് റൂഫ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോമൺ സ്പേസിൽ നിന്ന് പിന്നീട് നമുക്കൊരു ബാൽക്കണിയിലേക്കുള്ള ആക്സസ് ഉണ്ട്. ഇത് നമ്മുടെ അടുത്തൊരു ബെഡ്റൂമാണ്. നമ്മൾ താഴത്തെ നിലയിൽ കണ്ട ആ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ അതേ സൈസിന് വരുന്ന വലിയൊരു റൂമാണ്. പക്ഷേ ഇതിനകത്ത് അതിൽ ചെയ്തിട്ടുള്ള അലങ്കാരങ്ങൾ നമുക്ക് ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ മേളിൽ വന്നിട്ട് നമുക്ക് ആ ഒരു എലിവേഷൻ കണക്കായിട്ടാണ് ആ ഒരു റൂഫ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് ഇനി വേണമെങ്കിൽ കബോർഡൊക്കെ ചെയ്യാൻ ഡ്രസ്സിങ് റൂമിനുള്ള ഒരു സ്പേസ് കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ വേറെ റെനോവേഷൻ വർക്കുകളോ ഒന്നും തന്നെ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് വന്നോടങ്ങ് താമസിക്കാം കേട്ടോ. ആ കണ്ടീഷനിലുള്ള ഒരു വീടാണ്. ഇതാണ് നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ള വ്യൂ വരുന്നത് കേട്ടോ. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഓപ്പോസിറ്റൊക്കെ ഇതുപോലുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്, മേളിൽ ലോഡ്ജ് പോലുള്ള സ്ഥാപനങ്ങൾ ഏറ്റവും മേളിൽ കണ്ടോ ഒരു യോഗ സെൻ്ററൊക്കെയാണ്. കാരണം ഇതൊരു പ്രോപ്പർ ജംഗ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ജംഗ്ഷൻ ബേസ് ചെയ്ത്, അതായത് വർക്കലയിലുള്ളവർക്കൊക്കെ തന്നെയാണെന്നുണ്ടെങ്കിലും ഈ പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് മുൻവശത്ത് ഇതുപോലൊരു ഷോപ്പിംഗ് കോംപ്ലക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാം. അവിടെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സെയിം രീതിയിലാണ് ചെയ്തേക്കുന്നത് കേട്ടോ. അതിൻ്റെ പിൻവശത്തൊരു വീടാണ്. മുൻവശത്ത് ഇതുപോലെ വാടകയ്ക്ക് കൊടുക്കാവുന്ന രീതിയിൽ റൂംസ് ചെയ്തിട്ടുണ്ട്. താഴെ കടമുറികളാണ്. അതിൻ്റെ അടിയിലൂടെ ഒരു പാത്വേയിലൂടെ അവർക്ക് വണ്ടികൾ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും കണ്ടോ. മുൻവശത്തുള്ള ആ സ്ഥലം ഫുള്ളായിട്ട് നമുക്ക് വാങ്ങി നമുക്ക് പ്രയോജനപ്പെടുത്താം. ഏകദേശം ഒരു 10-12 സെൻറ്റ് സ്ഥലം മുൻവശത്തായിട്ട് കിടപ്പുണ്ട്. നമുക്ക് വീട് വന്നിട്ട് ബാക്ക് അറ്റം ചേർത്താണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താം. നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 2.25 കോടി രൂപയാണ് ഉദ്ദേശിക്കുന്ന വില. നമുക്ക് ടോട്ടൽ 18 സെൻറ്റ് സ്ഥലമുണ്ട്. നമുക്കിവിടെ സ്ഥലത്തിൻ്റെ വില തന്നെ പെർ സെൻറ്റ് 10 ലക്ഷം രൂപയോളം നമുക്ക് റേറ്റ് വരുന്നുണ്ട്. അതായത് ജംഗ്ഷനിലായതുകൊണ്ട് തന്നെ ആ റേഞ്ചിലാണ് പ്രൈസ് വരുന്നത്. പിന്നെ നമുക്ക് വീടിന് ബാക്കിയുള്ള ചെറിയൊരു വില കണക്കാക്കിയിട്ടുള്ളൂ. നല്ലൊരു റേറ്റായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് ഡീലായിരിക്കും. ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 2.25 കോടി രൂപയാണ്. നമുക്ക് വർക്കലയിലെ ഒരു നല്ലൊരു പ്രോപ്പർ ജംഗ്ഷനിലായിട്ടാണ് പ്രോപ്പർട്ടി ഉള്ളത്.